കുറച്ച് വെള്ളം കേട്ടിലിട്ടേനും കേട്ടാ. ബാക്കിയുള്ളവര് വെള്ളം കുടിച്ച് തന്നെ കഴിയണത്. എന്നാടി ഗൗരി വെള്ളം കുടിപ്പിക്കുന്ന കാര്യമൊക്കെ പറയുന്നത്? എന്റെ പാറു, നേരം വെളുത്തപ്പ് തുടങ്ങിയ ഒരു വെള്ളം കോരലാണ്. ഇങ്ങനെ ഉണ്ടോ ഒരു വെള്ളം കുടി? ഇത് കൊറേ വെള്ളം കുടിപ്പിക്കുന്ന ലക്ഷണമാ കാണുന്നത്. അല്ല, എവിടുന്നാ വരുന്നേ? കൊച്ചിന്ന്. പട്ടണത്തിന്ന്. അവിടുന്ന് എന്താ പോന്നേ? വഴക്കിട്ട് പോന്നതാണോ? അല്ല, ഇവിടെ താമസിക്കാൻ വന്നതാ. പിന്നെ പട്ടണത്തിലെ പോലുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. പെണ്ണിനെ കെട്ടിയവന് എന്തോ ജോലി? എനിക്ക് കെട്ടിയവനില്ല. എന്താ പിണങ്ങി പോയോ? എന്നെ കല്യാണം കഴിച്ചിട്ടില്ല. അയ്യോ എന്റെ ഭഗവാനെ, കണ്ടിട്ട് അങ്ങനെയല്ലല്ലോ തോന്നണേ. എന്താ കല്യാണം വേണ്ടെന്ന് വെച്ചിരിക്കുക? പട്ടണത്തിലാണെന്ന് പറഞ്ഞു കേട്ടില്ലേ? ഈ നാടത്തിരി മോശമാ കേട്ടോ. സൂക്ഷിച്ചൊക്കെ നടന്നാ കൊള്ളാം. എന്താടി വെള്ളം കോരാൻ പാടത്ത് വല്ല വഴക്കുണ്ടായ? വഴക്കോ? എന്തിന്? മുഖത്തിട്ട് ആന കുത്തി. ഓ, അവളൊരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നു. എടി അടി കൊറേത്തെ ഒഴിയടി ധാരാടി. അല്ലേ നീ കാഴ്ച കാണുകയാണോ? ഇങ്ങോട്ട് വന്ന് ചവിട്ടിക്കൊഴടി. നീ എന്നതാടി കാണിക്കണം? നിന്റെ തടി അങ്ങോട്ട് അനങ്ങട്ടടി. അമ്മയും മക്കളും കൂടി പുറമ്പോക്ക് മുഴുവൻ അങ്ങ് ചവിട്ടി കുഴയ്ക്കുവാണോ? എന്നാ ചെയ്യാനാ, പുറക്കണ്ടേ? കുഴയ്ക്ക്. എന്തിനാ ഇപ്പൊ ഇത് കുഴയ്ക്കുന്നേ? നല്ല പശയുള്ള മണ്ണാ കേട്ടോ. ഇഷ്ടിക ഉണ്ടാക്കാന്. വെള്ളം പോറലോടി മോളെ. അമ്മച്ചി എന്തിനാ ഉള്ള മണ്ണെല്ലാം വെട്ടിയിട്ടത്? അതിലിപ്പോ എന്താണ്? കുറച്ച് വെള്ളം കൂടി കോരിക്കൊണ്ട് വന്നാ പോരെ? ആ കൊല്ലത്തിയുടെ വീട്ടിൽ വെള്ളം കോരാൻ പോവാ എനിക്ക് വയ്യ. അതെന്താ? അവര് കോരിക്കല്ലേ? എനിക്ക് വയ്യെന്ന് പറഞ്ഞില്ലേ അമ്മച്ചി? ആ കൊല്ലത്ത് ജോലി അത്ര നല്ലവളൊന്നും അല്ല. ആ കുറെ കൂട്ടുകാരും ഉണ്ട് ഈ പുറമ്പോക്കില്. അവര് വല്ലതും പറഞ്ഞു കാണും. വല്ലതും പറഞ്ഞോടി മോളെ. എന്തൊക്കെയാണ് പറയുന്നറിയാമോ? ഒരു നാണവും ഇല്ലാത്ത ശവങ്ങള്. അങ്ങനെയാണെങ്കിൽ ഞാനും ഒന്ന് പറഞ്ഞു നോക്കാം. ആരാ ജയിക്കണം അറിയാവല്ലോ. ഞാൻ കൊച്ചി കിടന്ന് കുറച്ച് പറഞ്ഞിട്ടുള്ള. നീ കുടം എടുത്തോണ്ട് വടി പെണ്ണെ, ഞാൻ കൂടെ വരാം. വേണ്ട വേണ്ട, അവരോട് പറഞ്ഞു ജയിക്കാന്ന് കരുതണ്ട. അതുങ്ങളൊക്കെ കൊച്ചിക്ക് അപ്പുറത്തുള്ളതുങ്ങളാ, മേലും കീഴും ഇല്ലാത്തതുങ്ങള്. അവിടെ പോകാതിരിക്കുന്ന മാനം. മോള് ഈ കുടം എടുത്തോണ്ട് ആ ഇട്ടിച്ചെന്റെ വീട്ടിൽ ചെന്ന് ആ കിണറ്റിന് ഇത്തിരി വെള്ളം കോരിക്കൊണ്ടോ. അവരുടെ കിണറ്റിന്ന് അവര് കോരിക്കുവാ? അവര് വലിയ പണക്കാരാണെന്നാണല്ലോ പറയണത്. അതിനിപ്പോ കിണറ്റിനകത്ത് പണമാണ് നടക്കുന്നത്, വെള്ളമല്ലേ. നീ പോയി കോരിക്കൊണ്ടുവാ. എന്നാ പോയേച്ചും വാടി മോളെ. വല്ലവരും വഴക്ക് പറയുമോ? ആര് പറയാനാ? നീ ചെന്ന് വെള്ളം കോരിക്കൊണ്ടുവാ. എന്നാ നീയും വാടി അമ്മണി. അവക്ക് പേടിയാണെങ്കിൽ നീയും ചെല്ലിപ്പോ. ഇവളെ കെട്ടിക്കാറായല്ലോ കരുതി. ഇതുവരെ ഒന്നും ആയില്ലേ? പണ്ടേ ആവണ്ടതാ, പക്ഷെങ്കി കാശില്ലാണ്ട് കല്യാണം നടക്കുക. മേരിനെ ഇന്നലെ കണ്ടപ്പോ മുതൽ എനിക്കൊരാശ. എന്താണെന്ന് വെച്ചാലേ, എനിക്കൊരു മോനുണ്ട്, മത്തായിക്കുട്ടി. അവൻ പട്ടാളത്തിലാ. മേരിയും മത്തായിക്കുട്ടിയും ചേരും. കണ്ടാൽ ആങ്ങളെയും പെങ്ങളും ആണെന്നേ പറയത്തുള്ളൂ. നമുക്കൊന്ന് ആലോചിച്ചാലെന്താ? പിന്നെന്താണ്, പെണ്ണുണ്ടായാ പിന്നെ കെട്ടിച്ചു കൊടുക്കാണ്ടിരിക്കാനൊക്കെ. പിന്നെ ഞങ്ങൾക്ക് ഒരേ ഒരു മോനേ ഉള്ളൂ. ശ്രീധരത്തിന്റെ കാര്യം വേണ്ടി വന്നാ അതും ഉണ്ടാക്കാതിരിക്കാൻ ഒക്കുക. എന്തായാലും അതിന്റെ സമയം വരട്ടെ. അപ്പൊ അങ്ങനെ തന്നെ. തുടങ്ങി കൂവോ? വരുന്നു, കൂവണ്ട. ഒന്നിങ്ങാട് വന്നേച്ചു ഓടി മുതുക്കി. ഞാൻ പറഞ്ഞില്ലേ മുതുക്കാ വരുന്നു. എന്റെ തറവി, ഇങ്ങനൊരു ശരണക്കേടുണ്ടോ? ഞാൻ അടുക്കേന്ന് ഇങ്ങോട്ട് മാറിയാ തുടങ്ങും കൂവ. ഞാൻ വരുന്നു കേട്ടോ, മുതുക്കന്റെ വിളി കേട്ടോ. മുറ്റത്തോടാണോടി വഴി? നിങ്ങൾ ഏതാടി പെമ്പിള്ളാരെ? ഞങ്ങൾ പുറമ്പോക്കി താമസക്കാരാ. ഓ, നിങ്ങളാണോ ഇന്നലെ വന്ന പുതിയ താമസക്കാര്? പുറമ്പോക്കിൽ ആരെങ്കിലും താമസത്തിന് വരുന്നതിന് മുൻപേ ഇവിടെ ഒന്ന് വന്ന് കാണുന്ന പതിവൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങ് വേണ്ടാന്ന് വെച്ചായിരിക്കും. നിങ്ങളുടെ തന്തയോടുണ്ടോടി പിള്ളേരെ? അപ്പച്ചൻ റേഷൻ കടയിൽ പോയിരിക്കുക. ഇവിടെ തിരക്കിന്നൊന്ന് പറഞ്ഞേക്ക്. പിന്നെ ഇനി മേലെ വെള്ളം കോരാൻ ഇതിലേ വരരുത് കേട്ടോ. അപ്പുറത്തൂടെ വേറെ വഴിയുണ്ട്. ആദ്യമായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പോ. പിന്നൊരു കാര്യം,
ഇവിടെ ആണുങ്ങളൊക്കെ ഉള്ളതാ. മര്യാദയ്ക്ക് വന്ന് വെള്ളം കൊരിക്കൊണ്ട് പോകാമെങ്കിൽ ഇങ്ങോട്ട് വന്നാ മതി, അല്ലെങ്കിൽ ഇവിടെ വരണ്ട. ആ കാര്യം നേരത്തെ പറഞ്ഞില്ലെന്ന് വേണ്ട. ആ പോണം പോണം. ആളോ? ആര്? വഴക്കിടാൻ വന്നാലല്ലേ ചേച്ചി? വഴക്കിടാൻ വന്ന ആളല്ല, വഴക്ക് തീർക്കാൻ വന്ന ആളാ. എനിക്ക് നല്ല ആളാണല്ലേ? ഏയ്, നീ പിന്നെ എന്തിനാ അങ്ങാട്ട് നോക്കുന്നത്? അയാൾ എന്നാത്തിനാ ചിരിക്കുന്നത്? ആവോ, എനിക്കറിയാമോ. ചേച്ചി നോക്കിയപ്പോഴും ചിരിച്ചല്ല. നീ ഇതൊന്നും വീട്ടിൽ ചെന്ന് പറയരുത് കേട്ടോ. എന്നാ പറഞ്ഞ? പറഞ്ഞാലേ അപ്പച്ചൻ കൊന്നുകളയും. പിന്നെയും ചിരിച്ചു. അയ്യോ, ഈ പെണ്ണ് ഒന്ന് മിണ്ടാതിരിക്കില്ലേ നീ? ഇങ്ങോട്ട് കൊണ്ടുവാ. അപ്പച്ചനെ അവർ തിരക്കി. തിരക്കിയ? ആര് തിരക്കി? ആ കേറ്റത്തിലെ പെമ്പറുന്നവര്. നീ എന്നത്തിനാ കേറ്റത്തിൽ പോയെ? അവള് വെള്ളം കോരാൻ പോയതാണ്. അതാ കൊല്ലത്തിന്റെ കിണറ്റിലുള്ള എല്ലായിരുന്ന? അവിടെ വെള്ളം കോരാൻ ചെന്നപ്പോ ആരാണ്ട് ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ അവള് പിന്നെ അങ്ങോട്ട് പോവുകയില്ല. ആരാണ്ട ഏതാണ്ടാ പറഞ്ഞേ? ഏതാണ്ടി പറഞ്ഞേ? ഓ, ഇനി അതറിയാഞ്ഞിട്ടാണ്. ആ, എവിടുന്നായാലും വെള്ളം കിട്ടിയാ പോരെ. ആ, കേരളത്തിക്കാരൻ എന്നതാ പറഞ്ഞേ? അപ്പച്ചനെ തിരക്കിന്ന് പറയാൻ പറഞ്ഞു. ഞാൻ ആ പെമ്പറന്നവരെ കണ്ടിട്ടും കൂടിയില്ല, പിന്നെ എന്നത്തിനാ തിരക്കണേ? അവര് വിചാരിച്ചാ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി തരാൻ സാധിക്കും. ഓ, ഇനി അവര് വിചാരിക്കാത്തോണ്ടേ ഉള്ളൂ. ആ, അവിടെ ആരൊക്കെ ഉണ്ടടി? ഞാൻ ആ പെമ്പറുന്നവരെ മാത്രമേ കണ്ടുള്ളൂ അപ്പച്ച. പിന്നെ ആര്? പിന്നെ ആരുമില്ല. പിന്നെ ആരുമില്ല. പിന്നെ നീ എന്നതാ പിന്നെ വലിച്ചു നീട്ടിയത്? അപ്പഴേ പെമ്പറന്നവരെ, ഞാൻ അവിടെ ചെയ്തിട്ട് എന്നതാ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട, കണ്ടേക്ക് ഇങ്ങോട്ട് പോന്നാ മതി. അല്ല, ആ പെമ്പിള്ളേക്ക് ഇനി വീശി കൊടുക്കണമെന്നായിട്ട് അറിയാനാ. നീ അല്പ വിവരമുള്ളതാണല്ലോ. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ. രണ്ട് കാപ്പിയും കേട്ടു. ഒരു ഷായ. മാറി. നീ എന്താ വിളിച്ചത്? ആ, പിന്നെ നിന്നെ എന്തോ വിളിക്കണം? കടുക്കാമറിയെന്ന് വിളിക്കണം. കടുക്കാമറിയാ? നിന്റെ മറ്റാളാണടാ. നീ ഈ പറമ്പോക്കിനെ വലിയ ചട്ടമ്പിയാണെന്നും പറഞ്ഞ് മറിയാനടുത്ത് വെള്ളത്തിലും കൊണ്ട് വന്നാലുണ്ടല്ലോ. പടച്ചോനെ, ഇതെന്തൊരു പരുഷയാണ്. മറിയാന്ന് വിളിപ്പിക്കുകയല്ല, കടുക്കാമറിയാന്ന് വിളിപ്പിക്കുകയല്ല, പിന്നെ നിങ്ങൾ എന്തും വെച്ച് വിളിക്കണോപ്പാ? എടി മറിയെന്നൊക്കെ വിളിക്കാൻ ഞാൻ നിന്റെ കെട്ടിയോളാണോടാ? അത് എന്റെ കുറ്റമാണ്. നിന്റെ കെട്ടിയവൻ മരിച്ച നാൾ മുതൽ ഞാൻ പറഞ്ഞതല്ലേ നിന്നെ ഞാൻ കെട്ടിക്കോളാമെന്ന്. അയ്യടാ, ചീക്ക വയറാ. വേറെന്ത് വയറാ നിനക്ക്? അവൻ പോയോ? അവന്റെ നല്ല കാലം. ഇല്ലെങ്കിൽ ഒരു ശ്രമം ഇവിടെ കിടന്നേൻ. വെറുതെ ഇടന്ന് ചവയ്ക്കാതടാ പിത്തക്കാടി. രണ്ട് പഴം. അവർക്ക് ക്ഷണയുണ്ടെങ്കിൽ അവനൊന്ന് വന്നു നോക്കട്ടെ. അപ്പം കാണാം നമ്മുടെ ആശാനക്ക് ബേല. അല്ലേ ആശാനെ? അവക്കറിയില്ലടാ, പറഞ്ഞുകൂടെ എന്റെ കഴിവ്. ആരാടാ ഇവിടെ വേല കാണിക്കുന്നത്? എന്ത് വേലയാടാ കാണിക്കുന്നത്? ഇവിടെ ശവം വീഴുമെന്ന് പറഞ്ഞ ആരുടെ ശവമാടാ വീഴുന്നത്? തോമാത്തിന് വേറെ വേലയില്ലേ? അവന്മാര് പറഞ്ഞ തമാശ പറഞ്ഞതാണെന്നേ. തമാശ കാണണ്ടാ നിന്റെ ചട്ടപ്പിത്തരം. പുറത്തിറങ്ങി വേടാ. തോമാച്ചൻ, അത് ഞങ്ങൾ വേറെ കാര്യം പറയില്ലായിരുന്നു. തോമാച്ചനെ ഏറ്റവും മാറി. എടാ വേണ്ടേ? കണ്ട ആപ്പ ഉപ്പുകളെല്ലാം വിരട്ടും പോലെ തോമായ വിരട്ടാൻ വന്നാലുണ്ടല്ലോ, നിന്റെയൊക്കെ അവസാനം അടുത്തൊന്ന് ഓർത്തോ. ചട്ടമ്പികള് നടക്കുന്നു, രണ്ട് ചട്ടമ്പികള്. നീ എന്നെ ഒന്ന് ഒരിക്കൽ അടിച്ചു അല്ലേ? നമ്മുടെ കൈ അറിയാതെ ഒന്ന് കയറിയതാണ്. നമ്മൾ ആരെ അടിച്ചിട്ടില്ല. പഠിച്ചോനാണ്. നാളെ മുതൽ ആരെ അടിക്കത്തില്ല. ഈ കടയ്ക്കകത്തായോണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നതാ. നിന്നെ ഞാൻ എടുത്തോളാം. ആശാനെ, നമ്മളെയാണ് നോട്ടമിട്ടിരിക്കുന്ന ആശാനെ. ചുമ്മാ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ചൂലികള് ഇറങ്ങി പോയടാ എന്റെ കടയിൽ നിന്ന്. നിനക്കൊന്നും തരാൻ ഇവിടെ ചായ ഇല്ല. ഇനി കടക്കാൻ മറിയേ,
നിന്റെ ചായ ഒന്നും എനിക്ക് വേണ്ട. അവനെ കണ്ട് നീ പോകണ്ട കേട്ടോ. നിന്നെ ഞാൻ എടുത്തോളാം. നീ എടുക്കാൻ പോകത്തില്ലടാ. ഞാൻ പൊക്കും. കാണാം. കാണാം. എടാ നീ എന്തിനാണ് അടക്കള നിൽക്കുന്നേ? എന്നെ അറിയില്ലായിരിക്കും. ഇല്ലല്ല. ഞാൻ ഈ അടുത്ത വീട്ടിലെ താമസക്കാരനാ. പേര് കറിയ. ഓ ലൂക്കാലിക്കറിയാന്ന് പറയണത്. ആ അത് ഞാൻ തന്നെ. ഞാൻ കച്ചവടം കഴിഞ്ഞ് വരുന്ന വഴിയാ. അപ്പോഴാ അറിഞ്ഞിങ്ങനെ പുതിയ അയൽക്കാരൊക്കെ വന്നിട്ടുണ്ടെന്ന്. എന്നാ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചിട്ട് അങ്ങോട്ട് കയറിയേ. ഞങ്ങ ഇവിടെ വന്നിട്ട് എല്ലാവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണല്ലോ പരിചയപ്പെടണേ. ഇത് മക്കളായിരിക്കും. അതെ. വീട്ടുകാരനെ വിടില്ലേ? പുറത്തായിട്ട് പോയിരിക്കുക. ഇപ്പൊ വരുമായിരിക്കും. എന്നാ ഞാൻ അങ്ങോട്ട് പോണ്. പുള്ളിക്കാരൻ വന്നിട്ട് വരാം. മൂപ്പര് ഒന്ന് പരിചയപ്പെടണമല്ലോ. പിന്നെ പുതുതായിട്ട് വന്നല്ലേ, വല്ല ആവശ്യം ഉണ്ടെങ്കിൽ പറയണം കേട്ടാ. ഓ അങ്ങനെ ആവട്ടെ. മോളെ നീ കുടം എടുത്താണ്ട് ചെന്ന് കുറച്ച് വെള്ളം കൂടെ കോരിക്കൊണ്ട് വാ. അപ്പച്ചന് കുളിക്കാൻ വെള്ളം ചൂടാക്കണ്ടേ? എന്നെ കാടി അമ്മണി. എനിക്കൊന്നും കഴിയില്ല. ഇനി എന്തിനാണ് അവളെ കൊണ്ടുപോണത്? നീ ഒരു പ്രാവശ്യം പോയതല്ലേ. ചടേന്ന് പോയി വെള്ളം കോരിക്കൊണ്ട് വാ. ഓ ഒന്ന് വരാൻ പറഞ്ഞപ്പോ പെണ്ണിന് വലിയ ശുചിയായിപ്പോയി. എന്താ പേര്? എന്താ പേരെന്ന്? മേരി. ലളിതമായ പേര്, സുന്ദരമായ രൂപം. ഈ സൗന്ദര്യത്തിന് ഇതിലേറെ നല്ലൊരു പേരില്ല. നമ്മൾ ഇതിനു മുൻപ് എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ എന്ന്? ഇല്ല. പിന്നെ ഇത്ര ചെറിയ സമയം കൊണ്ട് ഇത്ര വലിയ അടുപ്പം എങ്ങനെയുണ്ടായി? ഇതൊരു അത്ഭുതമായിരിക്കുന്നു. ആദ്യമായി കണ്ടപ്പോഴേ മേരി എന്റെ ആത്മാവിലേക്കാണ് ഓടിക്കയറിയത്. മേരി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു.